ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യൽ റെസിപ്പിയായ കാജു കട്ലി അല്ലെങ്കിൽ കാജു ബർഫി എങ്ങനെ റെഡിയാക്കി എടുക്കുമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 1 കപ്പ് കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഇത് 240 ml കപ്പാണ്. 1/2 കപ്പ് പഞ്ചസാരയും. ഈ കാഷ്യൂ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. കാജു കട്ലി റെഡിയാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോഴാണ്. അതിൻ്റെ കറക്റ്റ് പരുവം വന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ 1 നൂൽ പരുവമാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നൂല് പോലെ വലിഞ്ഞു വരണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കാഷ്യൂ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒരു തിക്ക് കൺസിസ്റ്റൻസിയായി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമായി വരുമ്പോൾ ഇത് ഓഫ് ചെയ്യുക. കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റാം. ഇത് കുറച്ചൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ പുറത്ത് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് നമ്മൾ ചപ്പാത്തിയുടെ റോളർ വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായി പോകരുത്, കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ ഇത് ഡയമണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. തണുത്ത് പോയാൽ ഷേപ്പ് കിട്ടാനൊക്കെ പാടായിരിക്കും. ഇതേപോലെയാണ് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദീപാവലിയൊക്കെ ആകാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ ലഡുവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതും കൂടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാണാത്തവരത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.